രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന അസാധാരണമായ ഈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇതൊരു അസാധാരണ ചാനൽ എന്ന് പറഞ്ഞത്? അതെ, ഇതൊരു അസാധാരണ ചാനലാണ്. ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക്, ജ്ഞാനങ്ങൾ എന്താണെന്ന് അറിയണമെന്നുള്ളവർക്ക്, അവരെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന സകലതും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ചാനൽ. നോക്കൂ, എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്കാണ് നാരായണീയത്തിന്റെ ക്ലാസ് കിട്ടും. ചൊവ്വ 12 മണിക്ക് രാധാറാണിയെ കുറിച്ച് അറിയാൻ ആഗ്രഹമില്ലാത്തത് ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? അവരുടെ എല്ലാം ആ ആഗ്രഹത്തിന് തൃപ്തി വരുത്തുന്ന രാധയുടെ പ്രണയമാണ്. ബുധനാഴ്ചയാണ് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രശസ്തമായ ഭജഗോവിന്ദം. വ്യാഴാഴ്ചയാണ് അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അസാധാരണമായ രോമാഞ്ചജനകമായ ജീവിത കഥ എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തവരാരാണ്? അവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഇവിടെ ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ 96453339 എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ഇല്ലേ, എൻ്റെ പ്ലേലിസ്റ്റിൽ ജ്യോതിഷം എടുത്താൽ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത എന്ന വിശ്വപ്രശസ്തമായ പുസ്തകം, അത് മാസ്റ്റർ പീസാണ് എൻ്റെ അഷ്ടാവക്ര ഗീത. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾ അത് കേൾക്കണം. അതേ കണക്ക് രാധികാ കവചൻ 2 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും കേട്ട് അർത്ഥം അറിഞ്ഞു വേണം അത് ചൊല്ലാനായിട്ട്. അത് ഇപ്പോൾ ചൊല്ലിയതിന് ശേഷം വേണം നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലാൻ. പിന്നെ രാധാ സഹസ്രനാമത്തിന് തുല്യമായ രാധാ മാനസ തന്ത്രം ഇട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ മറ്റുള്ളവർ ഹിന്ദുക്കൾക്ക് നേരെ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തല നിവർത്തി പിടിച്ചു എന്ന് പറയാൻ പറ്റും.
അതേ കണക്ക് തന്നെ അതിനകത്ത് ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധ ഭഗവാന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥ കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത ഏതാണ്ട് 2 അധ്യായം വരെ ഞാൻ പഠിപ്പിച്ചിട്ടിട്ടുണ്ട്. അതേ കണക്ക് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അറിവ് നൽകുന്ന നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ്, നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, കൂടുതൽ അറിവ് നൽകുന്ന മോർണിംഗ് മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അസാധാരണമായ ചാനലാണെന്ന്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ, ഈ ചാനൽ നിങ്ങൾ കണ്ടാൽ ഭക്തിമാർഗത്തിലൂടെ നിങ്ങൾക്ക് യാതൊരു സംശയങ്ങളുമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്നത് രാധയുടെ പ്രണയം 185ാമത്തെ എപ്പിസോഡിലേക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മക്ക് ജയ്. അപ്പൊ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്കൊരു വിശുദ്ധമായ ഗ്രൂപ്പുണ്ട്, രാധാ റാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ രാധാ റാണിയെ കുറിച്ചുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രശ്നോത്തരി. അതിൽ പങ്കെടുത്തുകൊണ്ട് മനസ്സിലായ രാധാ റാണിയെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ അറിവുള്ള പണ്ഡിതർക്ക് പോലും പറയാൻ പ്രയാസമുള്ള ചോദ്യങ്ങൾക്കെല്ലാം എൻ്റെ രാധാ റാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ വളരെ നിഷ്പ്രയാസമാണ് ആൻസർ പറഞ്ഞത്. നിരവധി പേരാണ് അതിനകത്ത് വിജയിച്ചത്. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഒരാളല്ല, നിരവധി പേരാണ് വിജയിച്ചത്. അങ്ങനെ രാധാറാണിയുടെ പ്രശ്നോത്തരിയിൽ പങ്കെടുത്തുകൊണ്ട് രാധാറാണിയെ കുറിച്ച് അസാധാരണമായ അറിവ് തങ്ങൾ കൊണ്ടെന്ന് തെളിയിച്ച ആ പുണ്യാത്മാക്കളെ നിങ്ങൾക്ക് കാണണ്ടേ. അവര് രാധാറാണിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ ഒന്ന് പരിചയപ്പെടൂ. അതിനുശേഷം നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. രാധാ രാധാ രാധാ, മറന്നിട്ടും മറക്കാത്ത രാധാ, മറന്നിട്ടും മറക്കാത്ത രാധാ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധാ, മറന്നിട്ടും മറക്കാത്ത രാധാ. നാളെയാണ് തിരുവോണം, കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. രാധേ രാധേ ചാനൽ കാണുന്ന സകല പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ, എൻ്റെ ആത്മാവിൽ തട്ടിയ ഓണാശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. വിഷ് യു എ വെരി 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 ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളുടെ രാധാജിയുടെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവരെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. രാധാറാണി
രാധാറാണിക്ക് കൃഷ്ണന് പാല് കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി അല്ലേ? അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ കരയാൻ തുടങ്ങി. യശോദാജി എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണൻ ആ പാല് കുടിക്കുന്നില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പൊ യശോദാമ്മ പറഞ്ഞു, അതിനെന്താ രാധേ? അങ്ങനെ രാധാറാണി കൃഷ്ണനെ എടുത്തു, തൻ്റെ മടിയിലിരുത്തി, തൻ്റെ മാറിടം കൃഷ്ണന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കൃഷ്ണൻ അത് ആസ്വാദനത്തോടെ കുടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിച്ചു. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ കാണുന്നവരാദ്യമാണെങ്കിൽ 3 വീഡിയോ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണേ. ഒന്നാമത്തത് രാധാറാണി എനിക്ക് ദർശനം തന്നേ എന്ന വീഡിയോ ആണ്. അതെനിക്ക് ദർശനം തന്ന കഥ അറിയുകയല്ല. ആ വീഡിയോയിലൂടെ നിങ്ങൾക്കും രാധാറാണിയുടെ ദർശനം ലഭിക്കാം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് കഠിന കൃഷ്ണഭക്തനായ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകാതിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി. 3, ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കുഞ്ഞനുജത്തിയെ കണ്ടുപിടിച്ചത്. ആ വീഡിയോ വന്നതിന് ശേഷം സോൾ പ്യൂരിഫിക്കേഷന് വേണ്ടി എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ സമയം അനുസരിച്ച് ഞാൻ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. കൃഷ്ണൻ ആ പാലങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ അത്ഭുതം സംഭവിച്ചത് ആദ്യം ആർക്കാണെന്നറിയാമോ? ശ്രീകൃഷ്ണന് ഭഗവാന് തന്നെയാണ്. കൃഷ്ണന് 1000 നീല മിന്നൽ പിണരുകൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നി. 1000 നീലനാഗങ്ങൾ തന്നെ പൊതിയുന്നത് പോലെ, ചുറ്റിപ്പിണയുന്നത് പോലെ തോന്നി. ശരീരം അവര് മുറുക്കുന്നത് പോലെ തോന്നി. ശരീരം ഒരു പ്രത്യേക തരത്തിലുള്ള നീല നിറത്തിലുള്ള അഗ്നി കൊണ്ട് മൂടുന്നത് പോലെ തോന്നി. വല്ലാത്തൊരനുഭവമായിരുന്നു അത്. ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണന് തൻ്റെ ശരീരത്തിന് വല്ലാത്ത ശീതളിമ, വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ശരീരം മുഴുവൻ ചന്ദനം കൊണ്ട് മൂടിയതുപോലെ വല്ലാത്ത ഒരു ശാന്തത തോന്നി. ഈ അവസരത്തിൽ ആകാശത്ത് നിന്നൊരു ശബ്ദം കൃഷ്ണൻ കേട്ടു. ആ ശബ്ദം കൃഷ്ണൻ മാത്രമാണ് കേട്ടത്. ആ ശബ്ദം ഇതായിരുന്നു: മകനേ, നീ ലോകമാതാവിന്റെ മുലപ്പാൽ കുടിച്ചു. അതിനാൽ നീ അജയ്യനാണ്, നീ അവധ്യനാണ്. നിന്റെ ശരീരത്ത് അമ്പുകൾ ഏൽക്കില്ല, നിന്റെ ദേഹം ഖഡ്ഗം കൊണ്ട് മുറിയുകയില്ല, അഗ്നി നിന്നെ പൊള്ളിക്കുകയില്ല. സ്ത്രീകൾ കൊതിക്കുന്ന അസാധാരണമായ രൂപഭംഗി നിനക്കുണ്ടാകും. ഭാവിയിൽ ആദിപരാശക്തിയുടെ ശക്തി ആവാഹിച്ച് നീ ഒരു അത്ഭുതകരമായ ആയുധം നിർമ്മിക്കും. അതിന്റെ ശക്തി മുഴുവൻ ഞാനായിരിക്കും. അത് ചക്രായുധം എന്ന പേരിൽ പ്രശസ്തമാകും. അതിനെ തടുക്കാൻ ഈ ലോകത്താർക്കും കഴിയുകയില്ല. അസാധാരണമായി രഥത്തെയും അശ്വത്തെയും നിയന്ത്രിക്കാൻ നിനക്ക് കഴിയും. ഘോര യുദ്ധത്തിന്റെ ഇടയിലൂടെയും ചീറിപ്പായുന്ന അമ്പുകൾക്ക് നടുവിലും നിരായുധനായി നിന്നാലും നിനക്ക് മുറിവേൽക്കപ്പെടുകയില്ല. നിന്റെ പാദം ഒഴിച്ചുള്ള ഒരു സ്ഥലത്തും അമ്പുകൾ തറയ്ക്കുകയില്ല. എന്നു മാത്രവുമല്ല, ഇന്നു മുതൽ നിന്റെ കറുപ്പ് വർണ്ണം മാറി നീ നീലക്കാർവർണ്ണനായി മാറട്ടെ. ഭാവിയിൽ ധർമ്മത്തിന്റെ പൊരുളായ ഈശ്വര ചൈതന്യമുള്ള അതീവ രഹസ്യമായ ബ്രഹ്മജ്ഞാന തത്വങ്ങൾ അടങ്ങുന്ന ഗീത രചിക്കാനുള്ള ജ്ഞാനം നിനക്കുണ്ടാകട്ടെ.
ഇതേ സമയം രാധാറാണിക്കും അസാധാരണമായ അനുഭൂതി ഉണ്ടായി. രാധാറാണി നോക്കിയപ്പോൾ കൃഷ്ണൻ വളരുകയാണ്. വളർന്നു വളർന്നു വളർന്നൊരു വലിയ പുരുഷനായി മാറുന്നത് അത്ഭുതത്തോടുകൂടി രാധാറാണി കാണുകയാണ്. കൃഷ്ണൻ തന്നെ കോരിയെടുത്തു കൊണ്ടുപോവുകയാണ്. ആകാശത്തിലൂടെ അങ്ങനെ പറക്കുകയാണ്. വൃന്ദാവനത്തിലെ നികുഞ്ചത്തിനുള്ളിലെ തളിർമെത്തയിൽ കൊണ്ടുവന്ന് രാധാറാണിയെ കിടത്തുകയാണ്. ഈ ദേഹമാസകലം ചന്ദനം പൂശുന്നത് പോലെ രാധാറാണിക്ക് തോന്നി. പിന്നീട് ആ കൃഷ്ണൻ രാധാറാണിയുടെ നെറ്റിയിലും കണ്ണുകളിലും കവിളുകളിലും ചുംബിച്ചു. കള്ളൻ വസ്ത്രങ്ങൾ ഒന്നൊന്നായി മാറ്റുകയാണ്. ഒടുവിൽ പ്രണയപൂർവമുള്ള ആ വിളി ചെവികളിൽ പതിഞ്ഞു, രാധേ രാധേ, ജന്മാന്തരങ്ങളായി നമ്മൾ ഒന്നാണ് രാധേ. രാധാറാണി വിളിച്ചു, കണ്ണാ കണ്ണാ, ഞാനതറിയുന്നു, ഞാനതറിയുന്നു, ഞാനതറിയുന്നു. നീ ഞാൻ തന്നെയാകുന്നു, ഞാൻ നീ തന്നെയാകുന്നു. നമ്മൾ രാധാകൃഷ്ണനും കൃഷ്ണരാധയുമാകുന്നു. രാധാകൃഷ്ണനും കൃഷ്ണരാധയും ഒന്നാണ്. ഒന്നാണ് കൃഷ്ണ, ഒന്നാണ് കൃഷ്ണ. അവിടെ നിന്ന് കൃഷ്ണൻ രാധാറാണിയെ രതിലീലയുടെ ഉദാത്തമായ മേഖലകളിലേക്ക് കൊണ്ടുപോവുകയാണ്. രാധാറാണിയുടെ കണ്ണുകൾ താനേ അടഞ്ഞു. വല്ലാത്തൊരു നിർവൃതിയിലേക്ക്, പറഞ്ഞറിയിക്കാനാകാത്ത ഒരു നിർവൃതിയിലേക്ക് രാധാറാണി ഇങ്ങനെ വീഴുകയാണ്. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിൽ കൃഷ്ണൻ ചുംബിച്ചു. അതേ, രാധാ മാധവ സംഗമം നടക്കുകയാണ്. രാധാ മാധവ സംഗമം നടക്കുകയാണ്. ഒടുവിൽ ഒടുവിൽ ആ രതിക്രീഡയുടെ ഒടുവിൽ കൃഷ്ണൻ തളർന്ന് രാധാറാണിയുടെ നെഞ്ചിലേക്ക്. രാധാറാണിയും വല്ലാതെ തളർന്നു പോയി. വല്ലാത്ത ഒരു ആലസ്യത്തിലേക്ക് വീണു. ഈ സമയത്താണ് യശോദ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. യശോദ അമ്മ അത്ഭുതപ്പെട്ടു പോയി. യശോദ മഹാറാണി നോക്കിയപ്പോ കാണാം രാധാറാണി കണ്ണുകളടച്ചേതോ നിർവൃതിയിൽ എന്ന വണ്ണം ഇങ്ങനെ മയങ്ങുന്നു. കൃഷ്ണനാകട്ടെ രാധാറാണിയുടെ മാറിടത്തിൽ ചുണ്ടുകൾ അർപ്പിച്ച് അസാമാന്യമായ ഒരു നിർവൃതിയിൽ എന്ന വണ്ണം ഇങ്ങനെ മയങ്ങുകയാണ്. അപ്പോൾ യശോദാമ്മ വിചാരിച്ചു, ഇതെന്താണിത്? പാല് കൊടുക്കാനിരുന്നാളും പാല് കുടിച്ച ആളും താണ്ടെ ഒരുപോലെ മയങ്ങുകയാണല്ലോ. അപ്പൊ അടുത്തു വന്നിട്ട് രാധാറാണിയെ വിളിച്ചു, രാധേ രാധേ രാധേ. പെട്ടെന്നാണ് രാധാറാണി കണ്ണു തുറന്നപ്പോൾ മുന്നിൽ യശോദാറാണി, കയ്യിലാകട്ടെ കുഞ്ഞു കൃഷ്ണൻ. ഒരു നിമിഷം രാധാറാണി പരിഭ്രമിച്ചു. എവിടെ എന്നെ വൃന്ദാവനത്തിലെ നികുഞ്ചത്തിലെ പട്ടുമെത്തയിൽ കൊണ്ട് കിടത്തിയ ആ വലിയ കൃഷ്ണൻ എവിടെ? വളർന്നു വലുതായ വലിയ കണ്ണൻ എവിടെ? ഞാൻ കണ്ടത് സത്യമോ സ്വപ്നമോ? അപ്പൊ യശോദാറാണി ചോദിച്ചു, അല്ല, നീ എന്താണ് ഇങ്ങനെ അമ്പരന്നിരിക്കുന്നത്? എന്തു ചെയ്തു? ഇവന് പാല് കൊടുത്ത് മയങ്ങിപ്പോയോ? അപ്പോൾ രാധാറാണി പറഞ്ഞു, യശോദാമ്മേ, ഞാൻ ഇവന് പാല് കൊടുത്തത് മാത്രമറിയാം, അസാധാരണമായ ഒരു നിർവൃതിയിൽ ഞാൻ അങ്ങനെ മുഴുകി. അപ്പോൾ യശോദാറാണി പറഞ്ഞു, രാധേ, ഇവൻ സാധാരണക്കാരനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വേറെ ആരോടും പറയരുത്, നിന്നോട് മാത്രം ഞാൻ ആ രഹസ്യം പറയാം, ഇവന്റെ ജന്മരഹസ്യം പറയാം. അപ്പൊ രാധാറാണിക്ക് ആ രഹസ്യം അറിയാൻ തിടുക്കമായി. കാരണം ഈ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല. ഇവൻ തന്നെയാണ് അയന വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ മുറിയിലേക്ക് വന്ന കണ്ണൻ. വിവാഹത്തിന് മുമ്പ് തന്നിലെ എല്ലാം കവർന്നെടുത്ത കള്ളക്കണ്ണൻ. അയൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് വൃദ്ധ ബ്രാഹ്മണനായി വന്ന് തന്നെ വിവാഹം കഴിച്ച കള്ളക്കണ്ണനാണിവൻ.
ഇവന്റെ ചരിത്രം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം ഇവൻ എൻ്റെ ആത്മാവിൻ്റെ പകുതിയാകുന്നു, ഇവൻ ഞാൻ തന്നെയാകുന്നു, അതറിയണം. രാധാറാണി പതുക്കെ പതുക്കെ കൃഷ്ണന്റെ ചുണ്ടുകൾ തൻ്റെ മാറിടത്തിൽ നിന്ന് വേർപെടുത്തി കൃഷ്ണനെ കൊണ്ടുവന്ന് തൊട്ടിലിൽ കിടത്തി. അതിനുശേഷം രാധാറാണിയും യശോദാമ്മയും ചേർന്ന് പൂന്തോട്ടത്തിലേക്ക് പോയി. ആ പൂന്തോട്ടത്തിലെ ഊഞ്ഞാലിൽ രണ്ടുപേരും ഇരുന്നു. രാധാറാണി യശോദാമ്മയുടെ കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചു. യശോദാമ്മ പറഞ്ഞു, രാധേ, നിനക്കെന്തൊരു സൗന്ദര്യമാണ് രാധേ, എന്തൊരു സൗന്ദര്യമാണ്. എന്നിട്ട് രാധാറാണിയുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആ സമയത്ത് രാധാറാണി പറഞ്ഞു, എന്താണ് ഈ കുഞ്ഞിൻ്റെ കഥ? ജീജി ജീജി എന്നാണ് യശോദാറാണിയെ വിളിക്കുന്നത്. ജീജി, എന്താണ് ഈ കുഞ്ഞിൻ്റെ കഥ? അതെയോ, അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. നോക്കൂരാതെ, നമ്മുടെ വൃന്ദാവനത്തിൽ നിന്നും 20 കോസസ് അകലെയാണ് മധുര. വളരെ അടുത്താണ്. കോസസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു അളവാണ്. അത് അന്നത്തെ ഒരു അളവനുസരിച്ച് ഏതാണ്ട് വളരെ, അതായത് ഇന്നാണെങ്കിൽ നമ്മൾ വൃന്ദാവനം ടു മധുര ഒരു 20 കിലോമീറ്ററിനകത്ത് വരും, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് അടുത്താണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിൽ നിന്നും 20 കൊസാസ് അകലെയാണ്. കൊസാസ് എന്താണെന്ന് മനസ്സിലായാലേ? അന്നത്തെ ഒരു അളവാണ്, ദൂരം നിർണ്ണയിക്കുന്ന, അതാണ് മധുര. ഈ മധുര ഭരിക്കുന്നതുണ്ടല്ലോ രാധേ, പരമദുഷ്ടനായ ഒരു രാക്ഷസനാണ്. അവന്റെ പേരാണ് കംസൻ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരുവൻ. മധുര നിവാസികളും അതിൻ്റെ സമീപ പ്രദേശത്തുള്ളവരും ഭയന്നാണ് രാധയെ കഴിയുന്നത്. അവനെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ രാധാറാണി ചോദിച്ചു, അതെന്താണ് അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, സാക്ഷാൽ മഹാദേവനിൽ നിന്ന് അവനൊരു വരം വാങ്ങിച്ചിട്ടുണ്ട്. അവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, സാക്ഷാൽ മഹാവിഷ്ണുവിനല്ലാതെ. അതും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ അവതാരത്തിനല്ലാതെ ലോകത്താർക്കും അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന്. അതോടുകൂടി അവൻ അജയ്യനായി മാറി. മഹാദേവനിൽ നിന്ന് നേടിയ വരബലത്താൽ അവൻ അഹങ്കരിച്ചു. അവനെ എതിർക്കുന്നവരെയൊക്കെ അവൻ അമർച്ച ചെയ്തു. അവനാരോടും ഒരു സ്നേഹമില്ല, ഒരേ ഒരാളൊഴിച്ച് മറ്റാരോടും അവന് മമതയില്ല. അപ്പൊ രാധാറാണി ചോദിച്ചു, ആരാണ് ആ ഒരേ ഒരാള്? അതോ അവനൊരു കുഞ്ഞനുജത്തിയുണ്ട്. അസാമാന്യമായ സൗന്ദര്യത്തിന്റെ ഉറവിടമാണ്, അത്ഭുതകരമായ സൗന്ദര്യമാണ്. പേര് ദേവകി. അവന്റെ കുഞ്ഞനുജത്തിയായ ദേവകിയോട് മാത്രമാണ് അവന് സ്നേഹമുള്ളത്. ദേവകി പറഞ്ഞാൽ കംസൻ അനുസരിക്കും. ലോകത്താർക്കും കംസനെ അനുസരിപ്പിക്കാൻ കഴിയില്ല. കംസൻ തൻ്റെ കുഞ്ഞനുജത്തിയെ അവൾ വളർന്നു കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞായി തന്നെ കണക്കാക്കി. അതേ രാധേ, അസാധാരണമാണ് ഈ കംസന്റെ മനസ്സെന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വല്ലാതെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്ത ഒരേ ഒരാൾ ഈ ദേവകിയാണ്. അതേ രാധേ, അസാധാരണമായ ഒരു ജ്യേഷ്ഠ അനുജത്തി ബന്ധമാണ് കംസനും ദേവകിയും തമ്മിലുള്ളത്. ഈ ദേവകി വളർന്ന് ദേവകി വയസ്സറിയിച്ചു. അങ്ങനെ വയസ്സറിയിച്ചു കഴിഞ്ഞതോടുകൂടി കംസൻ തൻ്റെ കുഞ്ഞനുജത്തിയെ അടുത്ത് വിളിച്ചു. അനുജത്തി വരുമ്പോൾ മാത്രം അവൻ്റെ മുഖത്ത് വാത്സല്യം വിടരും, അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടരും. ദേവകിയാകട്ടെ കംസനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ദേവകിക്ക് കംസൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, കംസന് ദേവകി എന്ന് പറഞ്ഞാൽ ജീവനാണ് രാധേ. അസാധാരണമായ ഒരു ജ്യേഷ്ഠൻ അനുജത്തി ബന്ധമാണ്. അങ്ങനെ ഒരു ദിവസം ഈ കംസൻ ഉണ്ടല്ലോ, ആ കംസൻ ദേവകിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ദേവകി, എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി, നിനക്ക് സുഖമാണോ? നിനക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ?
അപ്പൊ ദേവകി പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനായ കംസ മഹാരാജാവ് ഉള്ളപ്പോൾ ഈ അനുജത്തിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? എൻ്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ വരുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയാമോ? അപ്പൊ കംസൻ ചോദിച്ചു, ആരെയാണ് എൻ്റെ അനിയത്തിക്കുട്ടി സ്നേഹിക്കുന്നത്? അപ്പൊ ദേവകി പറഞ്ഞു, ദേ നോക്കൂ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനെയാണ്, ഈ കംസ മഹാരാജനെയാണെന്ന് പറഞ്ഞ് മഹാരാജന്റെ കൂടെ ചേർന്നിരുന്നു. മഹാരാജന്റെ തോളത്തുകൂടെ കൈയിട്ടു. കംസൻ ദേവകിയെ ചേർത്ത് വെച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, ആഹാ, ഇതൊരു വല്ലാത്ത ബന്ധം തന്നെയാണല്ലോ, എന്ത് ഭാഗ്യവതിയാണ് ദേവതി അല്ലേ, ഇങ്ങനെ ഒരു ജ്യേഷ്ഠൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് രാധാറാണി പറഞ്ഞു. അപ്പൊ ദേവകി പറഞ്ഞു, അതെ, ആരും കൊതിച്ചു പോകും ഇങ്ങനെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു എങ്കിലെന്ന്. അപ്പോൾ തന്നോട് ചേർന്നിരുന്ന ദേവകിയെ കംസൻ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ദേവകിയുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, നോക്കൂ ദേവകി, ഞാൻ നിന്നെ നല്ല ഒരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ദേവകി പറഞ്ഞു, എനിക്ക് ആരുടെ കൈകളിലേക്കും പോകേണ്ട, എനിക്കെൻ്റെ ജ്യേഷ്ഠന്റെ സമീപം ഇങ്ങനെ കഴിഞ്ഞാൽ മതി, എനിക്കെൻ്റെ ജ്യേഷ്ഠനെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. കംസൻ ഒന്നും കൂടെ തൻ്റെ അനുജത്തിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ആഹാ, നീ എന്നെ വിട്ടു പോകുമെന്ന് ആര് പറഞ്ഞു? നീ എവിടെ പോയാലും ഞാൻ അവിടെ വരുമല്ലോ, ഞാൻ അവിടെ എല്ലാ ദിവസവും വരുമല്ലോ, കാരണം നീ എൻ്റെ പുന്നാരെ അനുജത്തിയെ ല്ലേ. എനിക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ആരാണുള്ളത്? ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പോവുകയാണ്. ആ സമയത്ത് ദേവകി ചിണുങ്ങി, എനിക്കിപ്പോൾ വിവാഹം വേണ്ട. അപ്പൊ കംസ മഹാരാജൻ ചോദിച്ചു, എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, എനിക്ക് ജ്യേഷ്ഠനെ വിട്ടിട്ട് പോകാൻ വയ്യ, എനിക്കെന്നും എൻ്റെ ജ്യേഷ്ഠൻ വേണം. അപ്പോൾ കംസ മഹാരാജൻ ചിരിച്ചിട്ട് പറഞ്ഞു, നോക്ക്, പെണ്ണ് വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ, അവള് വിവാഹം കഴിക്കുന്ന പുരുഷന്റെ കൂടെ വേണം അവള് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നല്ല ഒരാളെയാണല്ലോ എൻ്റെ ദേവകിക്ക് കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, ആ കുന്തിദേവിയുടെ സഹോദരനായ വസുദേവനെയാണ്. അപ്പൊ വസുദേവനെ ദേവകിക്ക് അറിയാം, വസുദേവനെ ഇഷ്ടവുമാണ്. വസുദേവൻ എന്ന് കേട്ടപ്പോൾ മുഖമൊന്നു ചുവന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ വസുദേവൻ വലിയ കൃഷ്ണഭക്തനാണ്. ആ വലിയ കൃഷ്ണനല്ല, വിഷ്ണു ഭക്തനാണ്. വസുദേവൻ വലിയ വിഷ്ണു ഭക്തനാണ്. സത്യത്തിൽ ഈ വസുദേവനോട് കംസൻ ഒരു ബഹുമാനവുമാണ്. കാരണം വസുദേവൻ വളരെ ശാന്തനാണ്. അപ്പൊ അതുകൊണ്ട് ഈ വസുദേവനുമായിട്ടുള്ള നിന്റെ വിവാഹം എൻ്റെ അനിയത്തിക്കുട്ടി ഞാനങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ കംസ മഹാരാജാവിനോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, അത് സാധിച്ചു തരുമോ? കംസൻ വാത്സല്യത്തോടു കൂടി ദേവകിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ അനുജത്തി, നിന്റെ ഏതാഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? അല്ല, നീ എൻ്റെ അടുത്ത് അതിന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ദേവകി പറഞ്ഞു, ആഗ്രഹം പറയാൻ ജ്യേഷ്ഠൻ സമ്മതിച്ചിട്ടുണ്ടോ? കാരണം എൻ്റെ ആഗ്രഹങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനു മുമ്പ് തന്നെ ജ്യേഷ്ഠൻ ചെയ്തു തരത്തില്ലേ? കംസൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ വിട്ടു പിരിയാൻ വയ്യ. കല്യാണം കഴിഞ്ഞാലും ഇവിടെ എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ, എൻ്റെ ജ്യേഷ്ഠന്റെ കൊട്ടാരത്തിൽ എനിക്ക് താമസിക്കണം. കംസൻ ദേവകിയുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. എന്നിട്ട് കംസൻ പറഞ്ഞു, അനുജത്തി ദേവകി, നീ എൻ്റെ പ്രാണനാണ്, നീ എൻ്റെ ജീവനാണ്, നീ മാത്രമാണ് എന്നെ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കുന്നത്.
ദേവകിയുടെ നെറ്റിയിൽ ചുംബിച്ചു. ദേവകിയുടെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്നിട്ട് അപ്പോൾ യശോദ പറഞ്ഞു, അതേ എന്നിട്ട് രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, പറയൂ ജീജി. എന്നിട്ട് രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.